കണ്ടിരുന്നാൽ പോരാ, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണം, ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. എങ്ങനെ ഉണ്ടെന്ന് പറയുന്നത് നിങ്ങൾ ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇത് കാണിക്കുന്നത്. അല്ലാതെ ഞാനൊരു വീഡിയോ ഇട്ടിട്ട് എനിക്കൊരു വീഡിയോൻ്റെ എണ്ണം കൂട്ടിയതിനെ കൊണ്ടല്ല, നിങ്ങൾക്കിത് അനുഭവം ഷെയർ ചെയ്യുമ്പോഴാണ് എനിക്ക് സന്തോഷം. ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഒരു അടിപൊളിയായിട്ടുള്ളൊരു ടിപ്സ് കൊണ്ടാണ്. നമ്മളെ കൈയും കാലൊക്കെ ഒന്ന് ഭംഗിയുള്ളതാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള അടിപൊളി ടിപ്പാണ്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിന് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് നമുക്കൊരു ചെറുനാരങ്ങയാണ് കേട്ടോ. അപ്പോൾ ചെറുനാരങ്ങ ഒന്ന് നടു പൊളിച്ചിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ ഇതിൻ്റെ നീര് നമ്മളെ കയ്യിലൊക്കെ ഒന്ന് തേക്കണം കേട്ടോ. കേട്ടോ, അങ്ങനെ എല്ലാ ഭാഗത്തും തേക്കണം. അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് ഇതിന് നീര് കുറവാണല്ലോ. നല്ല നീരുള്ള ചെറുനാരങ്ങ വേണം കേട്ടോ. എല്ലാ ഭാഗത്തും തേച്ച് നന്നായിട്ട് പിടിപ്പിച്ച് കൊടുക്കുക. പിന്നെ കാലിലും ഇത് പറ്റും കേട്ടോ. അപ്പോൾ നമ്മളെ കയ്യിൽ ചുളിച്ചിലൊക്കെ വരും അല്ലേ. കുറച്ച് ഒരു 10-30 വയസ്സായാൽ തന്നെ ചിലവർക്ക് ഭക്ഷണത്തിൻ്റെ രീതിക്കൊക്കെ അനുസരിച്ചിരിക്കും കേട്ടോ. പിന്നെ ചെയ്യുന്ന ജോലിക്കൊക്കെ അനുസരിച്ചിരിക്കും നമ്മളെ ചുളിവ് വരലൊക്കെ. അപ്പോൾ അത് ഒക്കെ ഒരു പരിഹാരമാർഗം വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാക്കണോ ഞാൻ ചെറുനാരങ്ങ നീര് എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുകയാണ്. നമ്മളെ കയ്യിലും കാലിലും ഒക്കെ ഇങ്ങനെ വരട്ടി കൊടുക്കുക കേട്ടോ. ഈ ചെറുനാരങ്ങ എന്നെ ചതിച്ചു. അയ്യോ, ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനിത് പ്രത്യേകിച്ച് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് അല്ലായിരുന്നു സത്യത്തിൽ. ആണെന്നുണ്ടെങ്കിൽ ഞാൻ നല്ല നാരങ്ങ തന്നെ വാങ്ങിയിരുന്നു. ഇപ്പോൾ ഏതായാലും ഞാൻ ചെയ്യുമായിരുന്നു. അപ്പം എന്നാലും നിങ്ങൾക്കും കൂടി ഒന്ന് കാട്ടിത്തരാമെന്നുള്ള രീതിയിൽ എടുത്തതാണ് കേട്ടോ. അപ്പോൾ കണ്ടോ, എല്ലാ ഭാഗത്തും നമ്മൾ ചെറുനാരങ്ങ നീര് തേച്ച് കൊടുക്കുക കേട്ടോ. ഇത് സിമ്പിളായിട്ടുള്ള പണിയാണ്. നമുക്ക് എന്തെങ്കിലും കുറച്ച് സമയമൊക്കെ ഒഴിവുണ്ട് വെച്ചെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. പിന്നെ നമ്മൾ ഡയറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനൊക്കെ ചുളി വരും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന പോലെ നന്നായിട്ട് വെള്ളമൊക്കെ കുടിക്കുക. വെള്ളം കൂടി ഭക്ഷണം കുറവ് വെള്ളവും കൂടി കുടിക്കൽ കുറയുമ്പോഴാണ് നമുക്ക് ചുളിച്ചിലൊക്കെ വരിക കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഒരുതി പിടിപ്പിച്ചിട്ട് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇനി നോക്കാം കേട്ടോ. ഇത് നല്ലോണം പിടിപ്പിക്കട്ടെ. ഞാൻ കുറേ സമയങ്ങൾ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ബോറാവും. അപ്പോൾ ഇതൊക്കെ ഒന്ന് നല്ലോണം ഒരു 2 മിനിറ്റ് നമുക്കിത് നന്നായിട്ട് ഉരച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് ഞാൻ അരതി പിടിപ്പിച്ച് ഇപ്പോൾ നമ്മളെ നാരങ്ങ നീരൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എന്താ ചെയ്യുക അറിയോ, നമ്മളെ കൈക്ക് കുറച്ച് ഉപ്പിടാം. കണ്ടോ, സാധാരണ പൊടിയുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കണ്ടോ, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളെ കൈയിൻ്റെ മുകളിലൊക്കെ നന്നായിട്ട് അങ്ങ് തേച്ച് പിടിപ്പിക്കുക. വെളിച്ചെണ്ണയും ഉപ്പും നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കുക കേട്ടോ. ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മൾ മുഖത്തൊക്കെ ഒരു കാപ്പിപ്പൊടിയും പഞ്ചസാരയും ഇട്ട് ചെയ്യുന്ന ഒരു പരിപാടിയില്ലേ, അതുപോലത്തെ വേറൊരു ഐറ്റം തന്നെയാണ് ഈ വെളിച്ചെണ്ണയും. കയ്യിൻ്റെ ഭാഗത്തൊക്കെയൊക്കെ നല്ല രക്തോട്ടമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം കാണിച്ചു തരാം. ഒരു 2 മിനിറ്റ് ഇതുപോലെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടിരുന്നാൽ പോരാ, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണം, ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. എങ്ങനെ ഉണ്ടെന്ന്. എന്താ അറിയോ, നിങ്ങൾ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അടിപൊളി അല്ലെങ്കിൽ സൂപ്പർ എന്ന് പറഞ്ഞതിനെ കൊണ്ട് കാര്യമില്ല. നിങ്ങളിത് ചെയ്തിട്ട് നിങ്ങൾക്ക് അനുഭവം എന്താണോ അത് നിങ്ങൾ ഷെയർ ചെയ്യണം. അത് കാണുമ്പോഴാണ് എനിക്ക് കൂടുതൽ സന്തോഷം. മറ്റുള്ള നമ്മളെ വ്യൂസ് ഉണ്ടല്ലോ അവർക്കൊരു ഉപകാരം ആവുക. ക്ലിയർ കുറവുണ്ടോ? അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ വീണ്ടും പറയുന്നത്. നിങ്ങൾ ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇത് കാണിക്കുന്നത്. അല്ലാതെ ഞാനൊരു വീഡിയോ ഇട്ടിട്ട് എനിക്കൊരു വീഡിയോൻ്റെ എണ്ണം കൂട്ടിയതിനെ കൊണ്ടല്ല, നിങ്ങൾക്കിത് അനുഭവം ഷെയർ ചെയ്യുമ്പോഴാണ് എനിക്ക് സന്തോഷം. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഇത് കാണിച്ചു തരുന്നത് കേട്ടോ. അടിപൊളി സംഭവങ്ങളാണ്. പിന്നെ എത്ര കാലം ഞാൻ അങ്ങനെ ബ്യൂട്ടി ടിപ്സായിട്ട് അങ്ങനെയൊന്നും വല്ലാതെ എപ്പോഴെങ്കിലും എനിക്ക് അനുഭവം ഉള്ളത് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന സംഭവങ്ങളെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്കത് അത്രയും പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്ന സംഭവമാണ് ഇത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ വീണ്ടും പറയുന്നത്. അപ്പോൾ ഇതാക്കണം നമ്മൾ ഈ പ്രാണി ചീവീടം എന്തതിന് പറയുക, ഇത് ഭയങ്കര അസ്വസ്ഥത. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്തായിരിക്കും ഈ ശബ്ദം കേൾക്കുക. അപ്പോൾ ഞാൻ അത് കട്ടാക്കിയിട്ട് പിന്നെ ഞാൻ വോയിസ് ഓവർ കൊടുക്കലോ. കണ്ടോ ഒരു ശബ്ദം.
മരങ്ങളും ഇതൊക്കെ ഉണ്ടായതിനെ കൊണ്ടാവും ഇനി നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ അതൊക്കെ ഞാൻ ഇതിൽ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇളം ചൂടുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതാവുമ്പോൾ കൈയൊന്നും പൊള്ളണ രീതിയിൽ എടുക്കരുത് കേട്ടോ. ഇളം ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ കൈ ഇതിൽ മുക്കി വെച്ച് കൊടുക്കാം കുറച്ച് സമയം. അപ്പോൾ ഇതാ അപ്പോൾ അതാ കൈയൊക്കെ മുക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു തോർത്തുകൊണ്ട് ഒപ്പി കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ നമ്മളെ കൈയൊക്കെ കൊണ്ട് നടക്കേണ്ടത് കൊണ്ട് തന്നെ നല്ലോണം തുണി വെച്ചിട്ട് ഇങ്ങനെ ഒരതൊന്നും വേണ്ട കേട്ടോ. ഒപ്പി എടുക്കുക. ശേഷം സോപ്പൊന്നും തേക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കഴുകുമ്പോൾ ചെറിയൊരു ഓയിലിൻ്റെ ഒരു ഇതുണ്ടാവും, അത് കുഴപ്പമില്ല. ഇനിയിപ്പോൾ അങ്ങനെ എനിക്കതൊരു വിഷയമുള്ള കാര്യമല്ല കേട്ടോ. അങ്ങനെ കുറച്ചൊരു ഓയിൽ നമ്മളെ കയ്യിലുണ്ടായിച്ചിട്ട് എനിക്ക് ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് ഞാനത് സോപ്പൊന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. നമ്മുടെ ഒലിവ് ഓയിൽ കണ്ടോ, ഒലിവ് ഓയിൽ എടുത്തിട്ട് വെളിച്ചെണ്ണ അപ്പം തന്നെ ചെറുപയറൊക്കെ തേച്ചിട്ട് കളയുകയാണെന്നുണ്ടെങ്കിലും പിന്നെ നമ്മൾ തേക്കാൻ പോണത് ഈ ഓയിൽ തന്നെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇതാക്കണം, ഞാൻ ഈ ഒലിവ് ഓയിലൊക്കെ ഒന്ന് പുരട്ടി കൊടുക്കുകയാണ് കേട്ടോ. ഒരു മോയ്സ്ചറൈസിങ് അങ്ങനെ ചെയ്യുക. ഞാനിപ്പോൾ ഈ കൈപ്പത്തിയിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. നമ്മളെ ഈ ഭാഗം മാത്രം. എനിക്കിവിടെ ക്ലിയർ കുറവുണ്ട് തോന്നുന്നുണ്ടല്ലേ, വെളിച്ചത്തിൻ്റെ പ്രശ്നം. മഴ മൂടി നിൽക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ അതാ നമ്മൾ ഒലീവ് ഓയിലൊക്കെ തേച്ചതിന് ശേഷം ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒലീവ് ഓയിൽ ഇല്ലാത്തവർക്ക് വേറെ എന്തെങ്കിലും മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള ക്രീം എന്തെങ്കിലും ഉണ്ട് വെച്ചെങ്കിൽ അത് ചെയ്ത് കൊടുക്കാം കേട്ടോ. എല്ലാവരുടെ വീട്ടിലും ഇപ്പോൾ അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ. നമ്മളെ നെയിൽ പോളിഷൊക്കെ ഇട്ടിട്ട് നല്ല സൂപ്പറായിട്ടാണ് ഞാൻ വന്നിട്ടുണ്ട്. രസമല്ലേ? അപ്പോൾ നമ്മൾ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ, അവർക്ക് വീഡിയോ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം വരുന്നവരെ